ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു പെപ്പ് ലേണിംഗ്. നമ്മളുടെ ഇന്നത്തെ വിഷയം എന്താണ്? ഷേക്സ്പിയർ ആണ്. ഷേക്സ്പിയറിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ CUET പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് നമ്മൾ ഷേക്സ്പിയറിനെ കുറിച്ച് എന്തായാലും നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സ് എത്ര എണ്ണം ഉണ്ട്, അതുപോലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണറ്റ്സ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രോബ്ലം പ്ലേസ് ഉണ്ട്, പിന്നെ റോമൻ പ്ലേസ് ഉണ്ട്, മച്ചുവർ കോമഡി ഉണ്ട്, എർലി കോമഡി ഉണ്ട്, ട്രാജഡീസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ട്രാജിക് കോമഡീസ് ഉണ്ട്. ഒരുപാട് ജോണറിൽ, ലൈക്ക് സബ് ജോണറിൽ, ഡ്രാമയുടെ സബ് ജോണറിൽ ഡ്രാമാസ് എഴുതിയിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ള, കുറേ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള കുറേയേറെ റൈറ്റേഴ്സിനെ, ഡ്രമാറ്റിസ്റ്റിനെയും അല്ലാതെ എല്ലാ രീതിയിലും റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, അതേപോലെ കുറേ ഫ്രേസസ്, കുറേ ടേംസ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഷേക്സ്പിയർ. നമ്മളിപ്പം ഷേക്സ്പിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 1 വീക്ക് 3 വീക്സ് ഒക്കെ പറയാനുണ്ടാവും. അപ്പം നമ്മൾ അത്രയും നോക്കുന്നില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതേപോലെ തന്നെ ഷേക്സ്പിയർ ഡ്രാമാസ് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, ലോങ് നറേറ്റീവ് പോയംസ് എഴുതിയിട്ടുണ്ട്, പിന്നെ സോണറ്റ്സുകളും എഴുതിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കണം. പിന്നെ CUET പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഗ്രിക്ക് ഷേക്സ്പിയറിൻ്റെ കുറേ വർക്ക്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും, സോണറ്റ്സ് പഠിച്ചിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു പ്ലേ എങ്കിലും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാം ഏത് കാറ്റഗറിയിലേക്കാണ് ബിലോങ് ചെയ്യുന്നത്, ഇപ്പം റോമൻ പ്ലേസ് ഏതൊക്കെയാണ്, പ്രോബ്ലം പ്ലേസ് ഏതൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ട്രാജഡികളെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളതിന് ആൻസേഴ്സ് പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറേ സിമ്പിൾ ബേസിക്സ് ആണ് നമ്മൾ കൂടുതലും ആഡ് ചെയ്തിട്ടുള്ളത്. ബേസിക്സ് തറോ ആക്കുക എന്നുള്ളതാണ്. ബാസിൽ മുഹമ്മദ് ഈസ് സേയിങ് ഹായ്. ഹലോ ബാസിൽ. ആൻഡ് ബേസിക്സ് തറോ ആക്കുകയാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഹൗ മെനി പ്ലേസ് ഡിഡ് ഷേക്സ്പിയർ റൈറ്റ്? വെരി ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിഗ്രിക്ക് UGക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പഠിച്ച സ്റ്റുഡൻസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എത്ര പ്ലേസ് ആണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം എല്ലാവരും റിപ്ലേസ് ചെയ്യുക, ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻസ് വരുന്നത് 36, 37, 38, 39. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു മേജർ ടെക്സ്റ്റ് ഉണ്ട്, AC ബാർഡ്ലിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ കമ്പനിയിൽ, അല്ലെങ്കിൽ പ്ലേ റൈറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ്, അതായത് ലോർഡ് ചാംബർലിൻ മാൻ അല്ലെങ്കിൽ ലേറ്റർ കിങ്സ് മാനിന് റീനെയിം ചെയ്തിട്ടുള്ള ലോങ് ചാംബർലിൻ മാൻ എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലുള്ള കുറച്ച് മേജർ ഡ്രമാറ്റിസ്റ്റുകളാണ് ലേറ്റർ ഷേക്സ്പിയറിൻ്റെ റൈറ്റിങ്സും ഡ്രാമകളെല്ലാം കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നമ്പർ ഫിക്സ് ചെയ്തത്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഹൗ മച്ച് പ്ലേസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക, ഹൗ മെനി പ്ലേസ് ഡിഡ് ഷേക്സ്പിയർ റൈറ്റ്? ആൻസേഴ്സ് കം ഓൺ. അപ്പം എനിവേ ഞാൻ ആൻസർ പറയുകയാണ്. 36 പ്ലേസ് ആണ് ടോട്ടൽ ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത്. അപ്പം 36 പ്ലേസ്, നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻ 1623 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷേക്സ്പിയറിൻ്റെ പോർട്ട്ഫോളിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷമാണ് 1623. അപ്പോൾ 1623 വിച്ച് ഈസ് ആഫ്റ്റർ 7 years ഓഫ് ഷേക്സ്പിയേഴ്സ് ഡെത്ത്. അപ്പം 1660 ഷേക്സ്പിയറിൻ്റെ ഡെത്ത്. ആൻഡ് അത് കഴിഞ്ഞ് 7 years കഴിഞ്ഞിട്ടാണ് പോർട്ട്ഫോളിയോ പബ്ലിഷ് ചെയ്തത്. ദ പോർട്ട്ഫോളിയോ ഓഫ് ഹിസ് കളക്റ്റഡ് വർക്ക്സ് വാസ് പബ്ലിഷ്ഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ഹിസ് ആക്ടിംഗ് കമ്പനി. അദ്ദേഹത്തിൻ്റെ ആക്ടിംഗ് കമ്പനി ഏതായിരുന്നു? ലോർഡ് ചാംബർലിൻസ് മെൻ ആണ്. അല്ലെങ്കിൽ ലേറ്റർ അത് റീനെയിം ചെയ്ത് ദ കിങ്സ് മെൻ എന്നുള്ള നെയിമിൽ റീനെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ ഷേക്സ്പിയർസ് കൊളീഗ്സ് ജോൺ ഹെമ്മിങ്സ് ആൻഡ് ഹെൻറി കോണ്ടൽ. അപ്പോൾ ഈ നെയിംസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ജോൺ ഹെമ്മിങ്സും
ഹെൻറി കോണ്ടലും. ഇവർ രണ്ടുപേരും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ദ ലൈക്ക് പ്ലേസ് എല്ലാം കളക്ട് ചെയ്ത് 36 പ്ലേസ് ആണുള്ളത്. ഇതെല്ലാം കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് 1623 ഇത് പബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അക്ഷയ് ജോയൽ, ഹായ് മാം. ഹലോ അക്ഷയ്. ഫസ്റ്റ് കളക്ഷൻ. അപ്പം ഇത്രയും നിങ്ങൾ ബേസിക്കലി പഠിച്ചു വെക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് 36 plays, many of them never printed before, such as The Tempest, Macbeth, Twelfth Night. ഇതൊന്നും അതുവരേക്കും വൺസ് പോലും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവരാണ് അതിൻ്റെ ഫസ്റ്റ് പ്രിൻറ്റിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലൈൻ ടു ബി ഓർ നോട്ട് ടു ബി കംസ് ഫ്രം വിച്ച് പ്ലേ? ഏത് പ്ലേയിൽ നിന്നാണ് ഈ ലൈൻ വരുന്നത്? ടു ബി ഓർ നോട്ട് ടു ബി. ഇത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. എക്സാമിന് യൂഷ്വലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടു ബി ഓർ നോട്ട് ടു ബി. അപ്പം ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മാക്ബത്ത്, ട്വൽത്ത് നൈറ്റ്, മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം ആൻഡ് ഹാംലെറ്റ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏതാണെന്ന് റിപ്ലൈ ചെയ്യൂ. മാക്ബത്ത് ഉണ്ട്, ട്വൽത്ത് നൈറ്റ് ഉണ്ട്, മിഡ്സമ്മർ നൈറ്റ് ഡ്രീം ഉണ്ട് ആൻഡ് ഹാംലെറ്റ് ഉണ്ട്. To be or not to be? ആൻസർ അറിയുന്നവർ റിപ്ലൈ ചെയ്യുക. ഓക്കെ, എ, ബി ഓർ സി? അപ്പം ആൻസർ എന്താണ് വരുന്നത്? ഹാംലെറ്റ് എന്നാണ്. ഹാംലെറ്റിലാണ് ഈ ഒരു ലൈൻ വരുന്നത്. ഈ ഒരു സോളിലോക്കിയിലാണ്. ഇതൊരു സോളിലോക്കിയാണ്. സോളിലോക്കി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അലോൺ ആത്മകഥം എന്നാണ് അതിൻ്റെ മലയാളം വരുന്നത്. അലോൺ ആയിട്ട് സംസാരിക്കുകയാണ്. ലൈക്ക് പറയുന്ന ആളിൻ്റെ ഉള്ളിലുള്ള തോട്ട്സുകൾ ലൈക്ക് അതർ ക്യാരക്ടേഴ്സ്, പ്ലേയിലുള്ള അതർ ക്യാരക്ടേഴ്സ് കാണില്ല, കേൾക്കില്ല. ലൈക്ക് ഡയറക്റ്റ് ടു ഓഡിയൻസ് ആയിട്ട് ഓഡിയൻസിന് കേൾക്കാൻ പറ്റും. എന്താണ്? ആക്ടറിൻ്റെ ഉള്ളിലുള്ള തോട്ടുകൾ റിവീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളുടെ സോളിലോക്കിയിൽ. അങ്ങനെ ആക്ട് 3 സീൻ 2 ഇങ്ങനെയൊരു ഈ ഒരു സോളിലോക്കി വരുന്നത്. ടു ബി നോട്ട് ടു ബി എന്ന് പറഞ്ഞ് വെരി ലെങ്തി ആയിട്ടുള്ളൊരു സോളിലോക്കിയാണ്. അപ്പം അത് ലൈക്ക് ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ആൻഡ് ഈ സോളിലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാംലെറ്റിനെ കുറിച്ച് നോക്കാം. ദി പ്ലേ ടെൽ ദ സ്റ്റോറി ഓഫ് ഹാംലെറ്റ്, പ്രിൻസസ് ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിലുള്ള പ്രിൻസ് ആയിരുന്നു ഹാംലെറ്റ്. അപ്പം ഹാംലെറ്റ്, കിങ് ഹാംലെറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ പ്രിൻസസ് ഹാംലെറ്റ് ഉണ്ട്. കിങ് ഹാംലെറ്റ് മരിച്ചു പോയിട്ടുണ്ടായി, കൊല്ലപ്പെട്ടതാണ്. അപ്പം എല്ലാവരും അസ്യൂം ചെയ്തിരുന്നത് എന്താണ്? പാമ്പിൻ്റെ വിഷം കൊണ്ടിട്ടാണ്, സ്നേക്കിൻ്റെ പോയിസൺ കൊണ്ടിട്ടാണ് കിങ് ഹാംലെറ്റ് മരിച്ചതെന്നാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോസ്റ്റ് ലൈക്ക് കാസ്റ്റിലിൻ്റെ, എൽസിനോർ കാസ്റ്റിലായിരുന്നു. എൽസിനോർ കാസ്റ്റിലിൻ്റെ സൈഡിൽ ലൈക്ക് ഒരു ഫ്രീ സ്പേസിൽ ഗോസ്റ്റ് അപ്പിയർ ചെയ്യാണ്. 3 times ഗോസ്റ്റ് വരുന്നു. 3rd time ഗോസ്റ്റ് റിവീൽ ചെയ്യാണ്, എൻ്റെ സോളിന് പീസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പെർഗേറ്ററി പീരീഡിൽ എനിക്ക് സക്സസ്ഫുള്ളായിട്ട് ഹെവനിലേക്ക് പോകണമെങ്കിൽ എന്താ റിവെഞ്ച് ചെയ്യണം, അതായത് എന്നെ കൊന്ന ആൾക്ക് എതിരെ റിവെഞ്ച് ചെയ്യണമെന്ന് ഗോസ്റ്റ് റിവീൽ ചെയ്യണം. അപ്പം ആ സമയത്താണ് പറഞ്ഞത് എൻ്റെ ചെവിയിൽ വിഷം ഒഴിച്ച് കൊന്നതാണെന്നുള്ളതും ആ ആളിപ്പം റൂളിങ്ങിലുണ്ടെന്നുള്ളതും ആ സമയത്ത് ഗോസ്റ്റ് റിവീൽ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഫിദ ലത്തീഫ് ഇസ് റിപ്ലേയിങ് ഹാംലെറ്റ് ആൻഡ് യു ആർ കറക്റ്റ്. ആൻഡ് അങ്ങനെ ആ ഒരു ലൈക്ക് ആ സമയത്താണ് ഗോസ്റ്റ് അങ്ങനെ വന്ന് പറഞ്ഞു, അതായത് പ്രിൻസസ് ഹാംലെറ്റിൻ്റെ അടുത്ത് ഹാംലെറ്റ് പറയാണ് എന്നെ കൊന്ന ആളിപ്പം റൂളിങ്ങിലാന്നുള്ള ആ ഒരു കാര്യം പറയുന്നു. ആ സമയത്താണ് ബാക്കിയുള്ള ക്യാരക്ടറുണ്ട്, പ്രിൻസസ് ഹാംലെറ്റിൻ്റെ അമ്മയുണ്ട് ഗെർട്രൂഡ്, അതുപോലെ തന്നെ ഇവരുടെ അങ്കിളുണ്ട് ക്ലോഡിയസ്, അതായത് കിങ് ഹാംലെറ്റിൻ്റെ, അതായത് മരിച്ചുപോയ കിങ് ഹാംലെറ്റിൻ്റെ മകനായിട്ടുള്ള മകനല്ല ബ്രദറായിട്ടുള്ള ക്ലോഡിയസ് ഉണ്ട്. അപ്പം ഇവർ എന്താണ് അച്ഛൻ്റെ മരണത്തിന് ശേഷം തന്നെ നെക്സ്റ്റ് ഡേ ലൈക്ക് നിയർലി ടു ദ ഡെത്ത് ഇവർ ഗെർട്രൂഡും ക്ലോഡിയസും കൂടെ കല്യാണം കഴിക്കുന്നുണ്ട്. ആൻഡ് ക്ലോഡിയസ് ഇസ് ദ കറണ്ട് കിങ്. അങ്ങനെ ഇരിക്കെ
അപ്പം തന്നെ ഡൗട്ട് ആർക്ക് വന്നു? ഹാംലെറ്റിന് ഡൗട്ട് വന്നു. അച്ഛൻ്റെ മരിച്ച ശേഷം തന്നെ അമ്മ വേറെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ലൈക്ക് ഈ ക്ലോഡിയസ് ആവാന്നുള്ളൊരു ഡൗട്ട് വരുന്ന സമയത്ത് ഇവൻ കുറേ കാര്യങ്ങളെല്ലാം ഇൻ ബിറ്റ്വീൻ ഒരു പ്ലേ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സിമിലർ, അതായത് ഇവൻ്റ്, അതായത് അച്ഛൻ ബ്രദേഴ്സ് കൊല്ലുന്ന ഒരു സീൻ, ഒരു ഇവൻ്റ് ഉള്ളൊരു ഒരു പ്ലേ അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാംലെറ്റ് എന്താണ്? ഒരു ഇൻ്റർലൂഡാണ്. ഇൻ്റർലൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്ലേ വിത്തിൻ എ പ്ലേ എന്നാണ് ഇൻ്റർലൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹാംലെറ്റ് എന്നുള്ള ഒരു പ്ലേയിൽ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ചെറിയ പ്ലേ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഇൻ്റർലൂഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഹാംലെറ്റിനെ ലൈക്ക് ഫൈനൽ ഇപ്പം ഫുൾ ഡീറ്റെയിൽ സ്റ്റോറി ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മളുടെ പ്രിൻസസ് ഹാംലെറ്റിന് സൂയിസൈഡ് ചെയ്യാനൊരു തോട്ട് വരുന്നുണ്ട്. ആ സമയത്തുള്ള സോളിലോക്കിയിലാണ് ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ലൈൻ വരുന്നത്. ഓക്കെ, ഞാൻ സൂയിസൈഡ് ചെയ്യണോ അതോ ഈ പെയിന് വെച്ച് ജീവിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഡൈ ഓർ നോട്ട് ടു ഡൈ എന്നുള്ള സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പം ഡീറ്റെയിൽഡായിട്ട് ഹാംലെറ്റിൻ്റെ ഡിസ്കഷനൊക്കെ നമ്മൾ നടത്തിയതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഇൻ വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് പോർട്ട്ഫോളിയോ പബ്ലിഷ്ഡ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന് നിങ്ങൾ റിപ്ലൈ ചെയ്യണം. ഏത് വർഷമാണ് ഫസ്റ്റ് പോർട്ട്ഫോളിയോ ഓഫ് ഷേക്സ്പിയർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി ഈ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ പ്ലീസ്. ഫാത്തിമ ലത്തീഫ് ആൻസർ ചെയ്യൂ. ഇൻ വിച്ച് ഇയർ ദ ഫസ്റ്റ് പോർട്ട്ഫോളിയോ ഓഫ് ഷേക്സ്പിയർ പബ്ലിഷ്ഡ്? ഏത് ഇയറിലാണ് ഷേക്സ്പിയറിൻ്റെ ഫസ്റ്റ് പോർട്ട്ഫോളിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ജസ്റ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എനിവേ ഞാൻ ആൻസർ പറയാം. 1623 ഫസ്റ്റ് ഫോളിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഹെൻറി കോണ്ടലും പിന്നെ ആരാണ്? ഹെൻറി കോണ്ടലും ജോൺ ഹമ്മിങ്സും കൂടി രണ്ടുപേരും, അതായത് ഷേക്സ്പിയറിൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഇവർ രണ്ടുപേരും കൂടി 1623 36 പ്ലേസ് എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ഫോളിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ഇയർ കറക്റ്റ്, ഫോളിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദ ഗ്ലോബ് തിയേറ്റർ ബേൺ ഡൗൺ ഡ്യൂറിങ് എ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് പ്ലേ? നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, എൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കാം. കിങ് ജോൺസ്, റിച്ചാർഡ് സെക്കൻഡ്, ഹെൻറി എയ്ത്ത്, ഹെൻറി ഫിഫ്ത്ത്. അപ്പം 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏത് പ്ലേയുടെ പ്രൊഡക്ഷൻ്റെ സമയത്താണ് ഈ ഗ്ലോബ് തിയേറ്റർ കത്തിയിട്ടുണ്ടായിരുന്നത്? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഗ്ലോബ് തിയേറ്റർ കത്തിയിട്ടുണ്ടായിരുന്നു. ഷേക്സ്പിയറിൻ്റെ തിയേറ്ററാണ് ഗ്ലോബ് തിയേറ്റർ. റിപ്ലൈ ചെയ്യൂ. ഇൻ വിച്ച് ദ ഗ്ലോബ് തിയേറ്റർ ബേൺ ഡൗൺ ഡ്യൂറിങ് എ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് പ്ലേ? ഏത് പ്ലേയിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്താണ് ഗ്ലോബ് തിയേറ്റർ കത്തിയിട്ടുണ്ടായിരുന്നത്? റിപ്ലൈ ആൻഡോ. ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, തെറ്റിയിട്ടല്ലേ പഠിക്കല്. ഓക്കെ.
ഹലോ, ആൻഡ് സോറി ഫോർ ദ ഇൻ്ററപ്ഷൻ. അതായത് ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായി, അതാണ്. ആൻഡ് വി ആർ ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ലവ് തിയേറ്റർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് കാലിബാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ടെമ്പസ്റ്റ് ഹു അറ്റംപ്റ്റ്സ് ടു റേപ്പ് മിറാൻഡ? ആരാണ് മിറാൻഡയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പം ആൻസർ ഈസ് കാലിബാൻ ആണ്. ഇൻ മിഡ് ഓഫ് ലൈക്ക് നമുക്കറിയാം കാലിബാൻ ഒരു നെയിംലെസ് ഐലൻഡിലേക്ക് നമ്മൾ ടെമ്പസ്റ്റ് ഇസ് ദ ലാസ്റ്റസ്റ്റ് പ്ലേ, ഫൈനൽ പ്ലേ റിട്ടൺ ബൈ ഷേക്സ്പിയർ എഴുതിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ലാസ്റ്റത്തെ പ്ലേ ആയിരുന്നു ടെമ്പസ്റ്റ്, വിച്ച് ഇസ് എ ട്രാജിക് കോമഡി ആയിരുന്നു. അപ്പം ഇതിൽ പ്രോസ്പെറോ, മിറാൻഡ, പിന്നെ ആരാണ് ഏരിയൽ, അന്റോണിയോ, പിന്നെ ആരാണ് സെബാസ്റ്റ്യൻ, കാലിബാൻ, സൈക്കോറസ്, ഇവരൊക്കെയാണ് ക്യാരക്ടറായിട്ട് വരുന്നത്. സൈക്കോറസിൻ്റെ മകനായിട്ടുള്ള ഒരു മോൺസ്റ്ററാണ് ആര്? നമ്മളുടെ കാലിബാൻ ആണ് മിറാൻഡയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രോസ്പെറോ ഇയാളെ പിടിച്ച്, കാലിബാനെ പിടിച്ച് സ്ലേവ് ആക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഷേക്സ്പിയേഴ്സ് വീനസ് ആൻഡ് അഡോണിയസ് ഈസ്? അപ്പം തന്നിരിക്കുന്ന എന്താണ് വീനസ് ആൻഡ് അഡോണിയസ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. എന്താണ്? നറേറ്റീവ് പോയം, ട്രാജഡി, റൊമാൻസ് ഓർ കോമഡി? ഏതാണ്? വീനസ് ആൻഡ് അഡോണിയസ് ട്രാജഡി ആണോ, കോമഡി ആണോ, റൊമാൻസ് ആണോ, അല്ലെങ്കിൽ നറേറ്റീവ് പോയം ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അറിയുന്നവർ റിപ്ലൈ ചെയ്യാം. വീനസ് ആൻഡ് അഡോണിയസ് ഈസ് എ narrative poem, a tragedy, or a romance, or a comedy? And is replying narrative poem ആണ്. ഷേക്സ്പിയർ കുറച്ച് അധികം ലെങ്തി ആയിട്ടുള്ള നറേറ്റീവ് പോയിംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ആൻസർ എന്താണ്? നറേറ്റീവ് പോയം ആണ്. വീനസ് ആൻഡ് അഡോണിയസ് ഇസ് എ നറേറ്റീവ് പോയം. നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പം ഇതെല്ലാം ഇതേപോലെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം എന്താണ്? പോയംസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നറേറ്റീവ് പോയിംസ് എഴുതാറുണ്ട്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ ലേപ്പ് ഓഫ് ലൂക്കറേസ്, വീനസ് ആൻഡ് അഡോണിയസ്, പാഷനേറ്റ് പിലിഗ്രിംസ്, ദ ഫിനിക്സ് ആൻഡ് ടർട്ടിൽ. ഈ 4 പോയിൻസിൻ്റെ പേരും ടൈറ്റിൽസ് നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇത് നറേറ്റീവ് പോയംസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. നോട്ട് ചെയ്ത് നിങ്ങളിപ്പം ലൈവ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു നോട്ടും ഒരു നോട്ട്ബുക്കും ഒരു പെന്നും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ്സ് ഗുഡ്. ആൻഡ് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പറയാറുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് നോട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു നോട്ടിലേക്ക് നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൻ്റെ സമയത്തിൻ്റെ കുറച്ച് മുന്നേ നിങ്ങൾക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിതെല്ലാം ഓർമ്മ വരും. അതുകൊണ്ട് മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ സെയ്ഡ് ഷേക്സ്പിയർ ആസ് ഓൺലി ഹീറോയിൻസ് ആൻഡ് നോ ഹീറോസ്? അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. എപ്പോഴും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഷേക്സ്പിയറിനെ കുറിച്ച് വേറെയുള്ള റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള കോമെൻറ്റ്സ് അതെടുത്ത് ആര് പറഞ്ഞു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നോക്കുക. ഹൂ സെഡ് ഷേക്സ്പിയർ ഹാസ് ഓൺലി ഹീറോയിൻസ് ആൻഡ് നോ ഹീറോസ്? ജോൺ റസ്കിൻ ആണ്. മാത്യു അർണോൾഡ്, ഡോക്ടർ ജോൺസൺ ആൻഡ് സിഡ്നി. ആരാണ് അതിൻ്റെ ആൻസർ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഗസ് ചെയ്യുകയും ചെയ്യും. ആൻഡോ, ഫിദ, ഫറ, റിപ്ലൈ ചെയ്യൂ. Anyone knows the answer? John Ruskin, Matthew Arnold, Dr. Johnson or Sydney? And is saying the correct answer. റസ്കിൻ ആണ് ആൻസർ വരുന്നത്. ജോൺ റസ്കിൻ ആണ് ഇങ്ങനെയൊരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഷേക്സ്പിയർ ഹാസ് ഓൺലി ഹീറോയിൻസ് ആൻഡ് നോ ഹീറോസ് എന്ന് പറയുമ്പോൾ ശരിയല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇസ് ദാറ്റ് ട്രൂ ഓർ ഫോൾസ്? എല്ലാ കഥയിലും ഇപ്പം ഷേക്സ്പിയറിൻ്റെ എല്ലാ പ്ലേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഹാംലെറ്റിലാണെങ്കിലും എന്താണ് ഗർട്ട്യൂഡ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ഭയങ്കരമായിട്ടുള്ള റോളാണുള്ളത്. ഹർഷ ഈസ് ദെയർ. ഹലോ ഹർഷ. എന്താണ് ഭയങ്കരമായിട്ടുള്ള റോളാണ്. ഗർട്ട്യൂഡ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കഥയിലൊരു എന്താണ് ആ കഥയിലൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ട്വിസ്റ്റ് ഇല്ല. അതേപോലെ തന്നെ എന്താണ് ഇപ്പം ഗർട്ട്യൂഡ് ആണെങ്കിൽ ഒഫീലിയ, ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലേഡി മാക്ബത്ത് ആണ് ആ കഥയുടെ സോൾ എന്ന് പറയുന്നത്. ലേഡി മാക്ബത്ത് മാക്ബത്തിൽ
മാക്ബത്തിന് ഇങ്ങനെ തോന്നുന്നുണ്ട്, അതായത് വേണ്ട ചെയ്യണ്ട എന്നെല്ലാം തോന്നുന്നിടത്ത് ആരാണ് പെർസ്വേസ് ചെയ്യുന്നത്, അതായത് ആരെയും ലൈക്ക് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ലേഡി മാക്ബത്താണ്. ഇപ്പം ഡെസ്ഡിമോണ ആണെങ്കിലും പിന്നെ കിങ് ലിയർസിൽ ഫുൾ ഓഫ് ലേഡി ക്യാരക്ടേഴ്സാണ്. അപ്പം കിങ് ലിയർ രാജാവിൻ്റെ 3 മക്കൾ ഗേൾസും ലൈക്ക് വുമൻസ് ആണ്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. എന്താണ്, ഷേക്സ്പിയർ ഹാസ് ഓൺലി ഹീറോയിൻസ് ആൻഡ് നോ ഹീറോസ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഹീറോയിൻസ് ആണ് കുറച്ചും കൂടെ എന്താണ് പ്രോ ആക്റ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, Dryden's play All for Love is based on one of the Shakespeare's play, which of the following play? അതായത് ഡ്രൈഡൻ്റെ All for Love is based on a play ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേയുമായിട്ട് ലൈക്ക് ആ ഒരു പ്ലേ ഇൻസ്പയർ ചെയ്തിട്ടാണ് All for Love എന്നുള്ള പ്ലേ എഴുതിയിട്ടുള്ളത്, ഡ്രൈഡൻ എഴുതിയിട്ടുള്ളത്. അപ്പം ആ ഒരു ഏതാണ് ആ പ്ലേ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ ആൻഡ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, ദ മർച്ചൻ്റ് ഓഫ് വെനീസ്, റോമിയോ ആൻഡ് ജൂലിയസ് ആൻഡ് ടെമ്പസ്റ്റ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏതായിരിക്കും? ഗസ് ചെയ്യൂ. ഫിദ, ഹർഷ, ആൻഡോ, ഫറ, റിപ്ലൈ ചെയ്യ്. ടെമ്പസ്റ്റ് ആയിരിക്കുമോ? ഞാൻ ഒരു ഹിൻറ്റ് തരാം. All for Love will be something related to love. ടെമ്പസ്റ്റിൽ ലവിനെ കുറിച്ച് പറയുന്നുണ്ടോ? പിന്നെയും മർച്ചൻ്റ് ഓഫ് വെനീസ് ഓൾസോ നോട്ട് റിലേറ്റഡ് ടു ലവ്, ബട്ട് 2 ഓപ്ഷൻസ് ആണ്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ഓർ റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഫിദ ഈസ് സെയിങ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. ആൻഡോ എന്തായിരിക്കും ആൻസർ? ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ആവുമോ അതോ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആവുമോ? ആൻഡോ ഈസ് ഓൾസോ സെയിങ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. നമുക്ക് നോക്കാം. ആൻസർ എന്താണ്? ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ആണ് കേട്ടോ. ഹർഷ, കൺഗ്രാറ്റുലേഷൻസ്, എല്ലാവരും ശരി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബോത്ത് പ്ലേസ് ടെൽ ദ ട്രാജിക് സ്റ്റോറി ഓഫ് ഡൂംഡ് ലവ് അഫെയർ ബിറ്റ്വീൻ മാർക്ക് ആൻ്റണി, എ റോം ജനറൽ, ആൻഡ് ക്ലിയോപാട്ര, ക്യൂൻ ഓഫ് ഈജിപ്ത്. ഈജിപ്തിലെ ക്യൂനായിട്ടുള്ള ക്ലിയോപാട്രേൻ്റെയും മാർക്ക് ആൻ്റണീൻ്റെയും ലവിനെ കുറിച്ചാണ്. ലൈക്ക് ഇതിൻ്റെ ബേസിക് സോഴ്സ് എടുത്തിരിക്കുന്നത് ബോത്ത് പ്ലേസ് ടോക്ക് അബൌട്ട് ദിസ് ലവ് ബിറ്റ്വീൻ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. അപ്പം ഇതിൽ സെറ്റിംഗ് വരുന്നത് എവിടെയാണ്? അലക്സാൻഡ്രിയ, ഈജിപ്തിലാണ് സെറ്റിംഗ് വരുന്നത്. ആൻഡ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ഇവർ തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മളുടെ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര 5 acts പ്ലേ ആണെങ്കിൽ All for Love 3 act ആണ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഷേക്സ്പിയറിൻ്റെ വർക്ക് ലൈക്ക് ഒരു വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത് എഴുതുന്ന വേറൊരു വർക്ക്, അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അതേപോലെ തന്നെ എക്സ്പെഷ്യലി ഷേക്സ്പിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് എഴുതുന്ന വർക്കുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും റൈറ്റേഴ്സിൻ്റെ ലൈക്ക് ഇലിയഡ്, ഹോമറിൻ്റെ ലൈക്ക് ക്ലാസിക്കൽ എപ്പിക്സിനെ, മിത്സിനെയും എപ്പിക്സിനെയൊക്കെ ബേസ് ചെയ്ത് എഴുതുന്ന വർക്ക്സിനെ കുറിച്ചൊക്കെ ഇതേപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ ദ സൗണ്ട് ആൻഡ് ദ ഫെറി റിമൈൻഡ്സ് ഓഫ് ഷേക്സ്പിയേഴ്സ്. അതായത് ഈ ടൈറ്റിൽ ഷേക്സ്പിയറിൻ്റെ ഏതോ ഒരു പ്ലേയിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഓപ്ഷൻ എ മാക്ബത്ത്, ബി കിങ് ലിയർ, സി ഹാംലെറ്റ് ആൻഡ് ഡി ഒഥെല്ലോ. ആൻസേഴ്സ് കം ഓൺ. ടൈറ്റിൽ ഓഫ് ദ നോവൽ സൗണ്ട് ആൻഡ് ദ ഫെറി. സൗണ്ട് ആൻഡ് ദ ഫെറി ഈസ് റിട്ടൺ ബൈ വില്യം ഫോക്നർ. നമ്മൾ ഇന്നലെ നോക്കിയ സമയത്ത് നമ്മൾ സൗണ്ട് ആൻഡ് ദ ഫെറി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വില്യം ഫോക്നറിൻ്റെ സൗണ്ട് ആൻഡ് ഫെറി എന്നുള്ള വർക്ക് എടുത്തിട്ടുള്ളത് ഷേക്സ്പിയറിൻ്റെ ആ ടൈറ്റിൽ, വർക്കല്ല, ആ ടൈറ്റിൽ സൗണ്ട് ആൻഡ് ദ ഫെറി എന്നുള്ള ടൈറ്റിൽ എടുത്തിട്ടുള്ളത് ഷേക്സ്പിയറിൻ്റെ ഒരു വർക്കിൽ നിന്നാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻഡോ ഈസ് സെയിങ് മാക്ബത്ത്. നോക്കാം ശരിയാണോന്ന് കേട്ടോ. മാക്ബത്ത്, കിങ് ലിയർ, ഹാംലെറ്റ് ആൻഡ് ഒഥെല്ലോ. ഏതായിരിക്കും ആൻസർ വരുന്നത്? നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് മാക്ബത്താണ്. മാക്ബത്ത് നിന്നാണ്
ഈ ടൈറ്റിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഫിദ ഓൾസോ സെയിം ദ കറക്റ്റ് ആൻസർ. ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ സൗണ്ട് ആൻഡ് ഫെറി ഈസ് ടേക്കൺ ഫ്രം മാക്ബെത്ത്. Okay. Who has written Tale from Shakespeare? Tale from Shakespeare is a prose work. ഇത് ആരാണ് എഴുതിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ചാൾസ് ലാംബ് ഉണ്ട്, സാമുവൽ റോജർ, തോമസ് ലവ് പീകോക്ക്, ജോൺ ക്ലെയർ. 4 ഓപ്ഷൻസ് ആണുള്ളത്. തോമസ് ലവ് പീകോക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു ഫിക്ഷണൽ വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരണം. അതായത് തോമസ് ലവ് പീകോക്ക് എഴുതിയിട്ടുള്ള 4 Ages of Poetry എന്നുള്ളൊരു വർക്ക് ഉണ്ടായിരുന്നു. 4 Ages of Poetry. ഇതൊരു പ്രോസ് ആണ്, അല്ലെങ്കിൽ ഒരു എസ്സേ ആണ്, which talks about ലൈക്ക് 4 Ages അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് ആണ്. ബ്രാസ്, ഗോൾഡൻ, സിൽവർ എന്നൊക്കെ പറഞ്ഞ 4 Ages. അപ്പം ഈ ഒരു വർക്കിന് റെസ്പോണ്ടൻസ് ആയിട്ടാണ് നമ്മളുടെ മാത്യു അർണോൾഡ് സ്റ്റഡി ഓഫ് പോയട്രി എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത് കേട്ടോ. സ്റ്റഡി ഓഫ് പോയട്രി. ഈ ഒരു സ്റ്റഡി ഓഫ് പോയട്രിയിലാണ് അദ്ദേഹം ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നുള്ള ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഹു ഹാസ് റിട്ടൺ ടെയിൽ ഓഫ് ഷേക്സ്പിയർ? ചാൾസ് ലാംബ് ആണ്, അലോങ് വിത്ത് ഹിസ് സിസ്റ്റർ മേരി ലാംബ്. ഓക്കെ, ചാൾസ് ലാംബും അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള മേരി ലാംബും കൂടിയിട്ടാണ് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1907 ഓൾമോസ്റ്റ് നിങ്ങളൊരു ഇയറും നോക്കി വെക്കാം. ഹർഷയും ഫിദയെല്ലാം ആൻഡോ 3 of you are answered correct. And okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Age cannot wither her non-customer style. Age cannot wither her nor customer style. About whom are these lines spoken? ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ഒരാളെ ബ്യൂട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം 4 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ക്ലിയോപാട്ര, മിറാൻഡ, ഡെസ്ഡിമോണ, കോർഡീലിയ. ആരെക്കുറിച്ചാണ് ഈ ലൈൻ പറഞ്ഞിട്ടുള്ളത്? Age cannot wither her not customer style. ഞാൻ ഒരു ഓപ്ഷനും കൂടി പറഞ്ഞുതരാം. എനോബാർബസ് എന്നുള്ള ക്യാരക്ടറാണ് ഈ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഏത് പ്ലേ എന്നുള്ളതാണെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. Age cannot wither her not customer style. Answer please. Cleopatra is from Antony and Cleopatra. Miranda is from Tempest. Desdemona is from Othello and Cordelia from King Lear. ഇതിൽ ആരെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്? Age cannot wither her nor customer style. ഞാനൊരു ഓപ്ഷനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനോബാർബസ് ആണ് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഹർഷ, ഫിദ, ആൻഡോ, റിപ്ലൈ. എനിവേ ഞാൻ ആൻസർ പറയാം. ക്ലിയോപാട്രയെ കുറിച്ചാണ് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ലൈൻസ് ഏതെന്നാണ്? ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയിലുള്ള ലൈനാണ്. എനോബാർബസ് എന്നുള്ള ക്യാരക്ടറാണ് ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വിച്ച് ഇസ് നോട്ട് എ റോമൻ പ്ലേ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് റോമൻ പ്ലേ അല്ലാത്തതുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, ട്രിയോലസ് ആൻഡ് ക്രിസ്ഡേ, ജൂലിയസ് സീസർ ആൻഡ് കൊറിയോലാനസ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് വിച്ച് ഇസ് നോട്ട് എ റോമൻ പ്ലേ? യെസ്, ഹർഷയും ആൻഡോയും റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്ലിയോപാട്രയാണ് ആൻസർ. ഓക്കെ, which is not a Roman play? Antony and Cleopatra, Triolus and Crisday, Julius Caesar and Coriolanus. അപ്പോൾ ആൻസർ എന്താണ് വരുന്നതെന്ന് നോക്കാം. യെസ്,
ആൻഡ് സേ ദ കറക്റ്റ് ആൻസർ. ട്രിയോലസ് ആൻഡ് ക്രിസിഡെ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ്? റോമൻ പ്ലേസ് ആണ്. റോമൻ സെറ്റ്സ് ഇൻ ആൻഷ്യൻറ്റ് റോമിലായിരിക്കും റോമൻ പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ദെയർ സോഴ്സസ് റോമൻ ഹിസ്റ്റോറിയൻ പ്ലൂട്ടാർക്കിൻ്റെ ലൈഫ്സ് എന്നാണ് ഈ സ്റ്റോറീസിൻ്റെ വെരി പ്രൈമറി സോഴ്സസ് ആയിട്ടുള്ളത്. റോമൻ ഹിസ്റ്റോറിയൻ പ്ലൂട്ടാർക്കിൻ്റെ ലൈഫ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, ആൻഡ് റോമൻ ഈ ഒരു വർക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് സർ തോമസ് നോർത്ത് ആണ് ഈ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, ആൻഡോയും ഹർഷയെല്ലാം ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്പേഴ്സ് ഓഫ് സോണറ്റ്സ് റിട്ടൺ ബൈ ഷേക്സ്പിയർ. ഷേക്സ്പിയർ എത്ര സോണറ്റ്സ് എഴുതിയിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്പർ ഓഫ് സോണറ്റ്സ് റിട്ടൺ ബൈ ഷേക്സ്പിയർ 145, 154, 167, 157. Comment your answers. How many sonnets are written by Shakespeare? 145, 154, 167 and 157. ആൻസർ എന്താണ്? ആൻഡ് സേ ദ കറക്റ്റ് ആൻസർ. 154 സോണറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഷേക്സ്പിയർ സോണറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സോണറ്റ്സ് 154 ആൻഡ് ഈ ഒരു സോണറ്റ്സ് പബ്ലിഷ് ചെയ്തത് 1609 ആൻഡ് 1 to 126 സോണറ്റ്സ് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഒരു ഫെയർ യൂത്തിനെയാണ്. ആ ഫെയർ യൂത്തിൻ്റെ നെയിം അനോണിമസ് ആണ്, ഇത് റിവീൽ ചെയ്തിട്ടില്ല. ആൻഡ് റെസ്റ്റ് ഓഫ് ദ സോണറ്റ് 127 to 152 അഡ്രസ്സസ് എ ഡാർക്ക് ലേഡി. ആ ലേഡിയും അനോണിമസ് ആണ്. ഓക്കെ, അപ്പം സോണറ്റ് ഫോം എങ്ങനെയാണ്? 14 ലൈൻസ് ആണ് ഉണ്ടാവുക. ലൈക്ക് ഷേക്സ്പിയറിയൻ സോണറ്റ്സ് 4 പാർട്ട് ആയിരിക്കും. അതിൽ 3 ക്വാഡ്രൻസ് ആൻഡ് എ റൈമിങ് കപ്ലെറ്റ്സ്. അപ്പം ബേസിക്കലി ഇത്രയും കാര്യം നിങ്ങൾ ഷേക്സ്പിയറിയൻ സോണറ്റ്സിനെ കുറിച്ച് നോക്കിയിരിക്കുക. എ ബി സി ഡി ഇ എഫ് ജി. അപ്പം ഇതാണ് റൈം സ്കീം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, who is the author of Preface to Shakespeare? Preface to Shakespeare ഒരു ക്രിട്ടിക്കൽ വർക്കാണ്. ഷേക്സ്പിയറിൻ്റെ റൈറ്റിങ്സിനെല്ലാം ക്രിട്ടിസൈസ് ലൈക്ക് വെരി പോസിറ്റീവ് ക്രിറ്റിസിസം ആണ്. ആ ഒരു ക്രിട്ടിക്കൽ വർക്ക് ആരെഴുതിയതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ ഡോക്ടർ ജോൺസൺ, ബി ഹെസലിറ്റ്, സി കോളറിഡ്ജ് ആൻഡ് ഡി മാത്യു അർണോൾഡ്. ഡോക്ടർ സാമുവൽ ജോൺസൺ, ഹെസലിറ്റ്, കോളറിഡ്ജ്, മാത്യു അർണോൾഡ്. ആ ആൻസേഴ്സ് എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ് ഈ ഒരു എഴുതിയിട്ടുള്ളത്. ഓക്കെ, പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. ആൻഡ് ദോസ് സേ ദ കറക്റ്റ് ആൻസർ. എ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഓഫ് ഷേക്സ്പിയറിയൻ ക്രിറ്റിസിസം ആൻഡ് അനാലിസിസ് പബ്ലിഷ്ഡ് ഇൻ 1675. സാമുവൽ ജോൺസണിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1755 ഓക്കെ 1755 സാമുവൽ ജോൺസൺ ഫസ്റ്റ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതിയിട്ടുള്ളത് നമ്മളുടെ സാമുവൽ ജോൺസൺ ആണ്. 1775 അത് പബ്ലിഷ് ചെയ്തത്. ആ കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പ്രിഫേസ് ടു ഷേക്സ്പിയർ is a classical text of Shakespearean criticism and analysis. ഇതിലാണ് ഷേക്സ്പിയറിനെ കുറിച്ച് എന്താണ് ഷേക്സ്പിയർ is a born talent എന്നും അദ്ദേഹത്തിൻ്റെ കോമിക്സിനെ കുറിച്ച് ഉള്ള കമൻസും ഒക്കെ ഉള്ളത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫ്രൈലിറ്റി തൈ നെയിം ഇസ് എ വുമൺ. In which play does this line occur? Hamlet, Othello, King Lear and Macbeth. ഏതിലായിരിക്കും ഫ്രൈലിറ്റി തൈ നെയിം ഇസ് വുമൺ എന്നുള്ളൊരു കോമൻറ്റ് നമ്മളുടെ ഇവൻ ഈ ഒരു ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്, ഏത് പ്ലേയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഒഥല്ലോ, കിങ് ലിയർ, മാക്ബത്ത് ആൻഡ് ഹാംലെറ്റ്. ഹാംലെറ്റ് ആണ്. ലൈക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? വെർട്യൂഡിനെ ഉദ്ദേശിച്ചിട്ട് ആണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഹി വാസ് നോട്ട് ഫോർ എൻ ഏജ്
but for all ages is said by Ben Jonson, Dryden, Coleridge, Robert Browning. ഷേക്സ്പിയറിനെ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെയൊക്കെ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന ഒരാളാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഹി ഈസ് നോട്ട് ഫോർ എൻ ഏജ് ബട്ട് ഏജസ്. ആരാണ്? ബെൻ ജോൺസൺ ആണ് ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം. ബെൻ ജോൺസൺ ആണ് ഇങ്ങനെ ഒരു കോമെന്റ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ലാസ്റ്റ് പ്ലേ റിട്ടൺ ബൈ ഷേക്സ്പിയർ? നമ്മൾ ഓൾറെഡി ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ലാസ്റ്റ് പ്ലേ റിട്ടൺ ബൈ ഷേക്സ്പിയർ ഏതാണ്? ആൻഡ് സേ ദ കറക്റ്റ് ആൻസർ. He was not for honor, sorry, okay. Which of the following was the last play written by Shakespeare? Tempest, Pericles, Cymbeline and None. Answer എന്താണ്? Tempest ആണ്. Okay. Harsha, Susan, Anto, Fidelity. 3 of you saved the correct answer. And okay. Who ridiculed Shakespeare by saying that he knew small Latin and less Greek? Small Latin and less Greek. മാർലോ, സിഡ്നി, സ്പെൻസർ, ബെൻ ജോൺസൺ. ആരാണ്? സ്മോൾ ലാറ്റിൻ ആൻഡ് ലെസ് ഗ്രീക്ക്. ഹൂ സെഡ് ദിസ്? ആൻസർ എന്താണ്? ബെൻ ജോൺസൺ ആണ്. നിങ്ങളൊരു ബെൻ ജോൺസനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ബെൻ ജോൺസൺ ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു പോയത്തിൽ നിന്നാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പോയമാണ് ടു ദ മെമ്മറി ഓഫ് മൈ ബിലവഡ് മാസ്റ്റർ വില്യം ഷേക്സ്പിയർ. ആ പോയത്തിനുള്ള ലൈനാണ് എന്ത്? സ്മോൾ ലാറ്റിൻ ആൻഡ് ലെസ് ഗ്രീക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. ബെൻ ജോൺസൺ ഷേക്സ്പിയറിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പോയമാണ് ടു ദ മെമ്മറി ഓഫ് മൈ ബിലവഡ് മാസ്റ്റർ വില്യം ഷേക്സ്പിയർ. Okay, Aldous Huxley took the hint of the title of his novel Brave New World from Shakespeare's. Option A, A Midsummer Night Dream. B, Winter's Tale. C, Tempest. D, Antony and Cleopatra. Yes, Johnson itself. Aldous Huxley took the hint of the title of his novel Brave New World from the Shakespeare's. A, Midsummer Night Dream, Winter's Tale, Tempest and Antony and Cleopatra. എന്താണ് ആൻസർ വരുന്നത്? ടെമ്പസ്റ്റിൽ നിന്നാണ് ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ള ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, അൾഡോക്സ് ഹക്സ്ലിയുടെ നോവലാണ് ബ്രേവ് ന്യൂ വേൾഡ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 18-19 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ലൈവ് സെഷൻ. അപ്പം നാളെ നമുക്ക് ലൈവ് ഉണ്ടാവില്ല. ഇനി ലൈവ് ഉണ്ടാവുന്നത് എന്നാണ്? അടുത്ത മൺഡേ ആയിരിക്കും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ഇംഗ്ലീഷിൻ്റെ ലൈവ് ഉണ്ടാവുന്നത്. അപ്പം ഗെറ്റ് റെഡി, ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. ഓക്കെ, എന്തെങ്കിലും ഒരു ടോപ്പിക്കായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഐ ഹോപ്പ് ഈ ഒരു ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബൈ ബൈ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.